തൃശൂർ സ്വദേശികളുടെ മോചനത്തിനായി ഓർത്തഡോക്സ് സഭാധ്യക്ഷന്റെ ഇടപെടൽ ഫലം കാണുന്നു. ജെയിൻ, ബിനിൽ എന്നിവരുടെ വിവരങ്ങൾ റഷ്യൻ എംബസി തേടി. 24 വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ബസേലിയൂസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ ഇടപെടൽ. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, ഇവരുടെ മോചനവുമായി ബന്ധപ്പെട്ട് പലതലത്തിൽ ഇടപെടലുകൾ നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഇപ്പോൾ ഈ റഷ്യൻ എംബസി നേരിട്ട് ആ വിഷയത്തിൽ സജീവമായി ഇടപെടുന്നു എന്നുള്ളത് ആ മോചനവുമായി ബന്ധപ്പെട്ട് ഏറെ ആശ്വാസകരമായൊരു ഇടപെടലാണ്, അല്ലെങ്കിൽ വിവരമാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? കുടുംബത്തെ അവർ അറിയിക്കുന്ന കാര്യം, കുടുംബത്തിന് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം എങ്ങനെ? റഷ്യയിൽ കുടുങ്ങിയ മലയാളി ആളുകളെ രക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായക നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിലാണ് തൃശൂർ സ്വദേശികളായ 2 യുവാക്കൾ കുടുങ്ങിയത്. ഈ വാർത്ത 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഓർത്തഡോക്സ് സഭാധ്യക്ഷന്റെ നിർണായക ഇടപെടൽ ഉണ്ടായത്. അദ്ദേഹം റഷ്യൻ അംബാസഡറുമായി സംസാരിച്ചു. റഷ്യൻ അംബാസഡറിന് ഒരു കത്ത് നൽകി. ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇരുവരുടെയും വ്യക്തിഗത വിവരങ്ങളടക്കം പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ സമർപ്പിക്കാൻ റഷ്യൻ എംബസി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കുടുംബത്തിൽ നിന്ന് വിവരങ്ങൾ തേടുകയും ഈ വിവരങ്ങൾ, അതായത് ഈ പാസ്പോർട്ട് അടക്കമുള്ള വിവരങ്ങൾ റഷ്യൻ എംബസിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ എംബസി ഇവരുടെ മടക്കയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ ഈ അപേക്ഷകൾ നൽകിയതാണ്. പക്ഷെ ആ അപേക്ഷകൾ മടക്കുന്ന ഒരു സമീപനമായിരുന്നു ഈ റഷ്യൻ കമാൻഡർ സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ റഷ്യൻ എംബസി തന്നെ ഈ വിഷയത്തിൽ ഒരു നിർണായക നീക്കം നടത്തിയതോടുകൂടി, അല്ലെങ്കിൽ നിർണായക ഇടപെടൽ നടത്തിയതോടുകൂടി മോചനം സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ കുടുംബമുള്ളത്. ടി.കെ. സുരജി, ഇരുവരുടെയും ഫോണ്, പാസ്പോർട്ട് ഇതൊക്കെ നഷ്ടമായിട്ടുണ്ട്. തുടർന്ന് 2 മാസത്തോളം ഇവരെക്കുറിച്ച് യാതൊരു വിവരവും കുടുംബത്തിനുണ്ടായിരുന്നില്ല. അതിനിടയിൽ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി വീട്ടിലേക്ക് വിളിച്ചു. ഇരുവരും റഷ്യൻ സൈന്യത്തിൻ്റെ കൂലിപ്പട്ടാളമായി ഞങ്ങളെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു എന്നൊക്കെ നേരത്തെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇവരെ ലൊക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണോ റഷ്യൻ എംബസി ഈ ഘട്ടത്തിൽ ശ്രമിക്കുന്നത്? സൂരജ്, ടി.കെ. ഇവരെ 2 മാസത്തോളം ഇവർക്കൊരു ട്രെയിനിങ് ഉണ്ടാകും എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. അങ്ങനെ എല്ലാ ദിവസവും ഒരു ട്രെയിനിങ്ങിന് കൊണ്ടുപോവുകയും വൈകുന്നേരം മടക്കി അയക്കുന്നതുമായിരുന്നു പതിവ്. ഒരു ദിവസം രാവിലെ ട്രെയിനിങ്ങിന് പോയി ഇവരെ പിന്നീട് മടക്കി കൊണ്ടുവന്നിരുന്നില്ല. ഇതോടുകൂടി ഇവർ താമസിച്ചിരുന്ന റൂമിനകത്ത് ഇവരുടെ ഈ ഫോണും പാസ്പോർട്ടും അടക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇവരെക്കുറിച്ച് വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരാളുടെ ഫോണിൽ നിന്ന് കുടുംബത്തെ ബന്ധപ്പെട്ടപ്പോഴാണ് ഇവർക്ക് കാര്യങ്ങൾ അറിയാനും മറ്റും, കുടുംബത്തിന് അറിയാനും മറ്റും സാധിച്ചത്. അതിനുശേഷം ഇവരെവിടെയാണെന്ന് സംബന്ധിച്ച് ഇപ്പോഴും കുടുംബത്തിനോ ഇന്ത്യൻ എംബസിക്കോ ഒരു വ്യക്തതയില്ല. പക്ഷേ റഷ്യൻ എംബസി ഈ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ചതോടുകൂടി തന്നെ ഇവരെ കണ്ടെത്തുന്നതിന് കഴിയും എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ യുദ്ധമുഖത്ത് ഫ്രണ്ട് ലൈൻ ഫൈറ്റേഴ്സ് ആക്കി ഇവരെ മാറ്റാനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയിരുന്നത്. ഇന്നലെയൊക്കെയായി അവരെ ഫ്രണ്ട് ലൈൻ ഫൈറ്റേഴ്സായി എത്തിക്കും എന്നുള്ളതായിരുന്നു കുടുംബത്തിന് ഒടുവിൽ ലഭിച്ച സന്ദേശം. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. ഈ ഫ്രണ്ട് ലൈൻ ഫൈറ്റേഴ്സ് ആക്കി. ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു. 24 വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ബസേലിയൂസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായത്. അതിന് പിന്നാലെ റഷ്യൻ എംബസി ആ കുടുംബത്തിൽ നിന്ന് വിവരങ്ങൾ തേടുന്നു. ആദ്യം ഈ ജെയിനും ബിനിലും എവിടെയാണുള്ളത് എന്ന കാര്യം സ്ഥിരീകരിക്കാനാണ് റഷ്യൻ എംബസി ശ്രമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മോചനം വളരെ വേഗത്തിൽ തന്നെ സാധ്യമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.